ദൈവനാമം മഹത്വപ്പെടുത്താനാകട്ടെ. തിരുവചനത്തിൽ 12 എന്ന സംഖ്യയ്ക്ക് പ്രത്യേക ആത്മീയ പ്രാധാന്യമുണ്ട്. ആ വസ്തുതയാണ് ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. തിരുവചനത്തിൽ 12 എന്ന സംഖ്യയിൽ ദൈവത്തിന്റെ പൂർണ്ണത, ദൈവിക ക്രമീകരണം, ദൈവജനത്തിന്റെ ഭരണ സംവിധാനം എന്നീ കാര്യങ്ങൾ എത്രമാത്രം ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായി ഇസ്രായേലിലെ 12 ഗോത്രങ്ങൾ. യാക്കോബിന്റെ 12 പുത്രന്മാരിൽ നിന്നാണ് 12 ഗോത്രങ്ങൾ രൂപപ്പെട്ടത്. രൂബേൻ, ശിമെയോൻ, ലേവി, യഹൂദ, ദാൻ, നഫ്താലി, ഗാദ്, ആശേർ, ഇസ്സാഖാർ, സെബൂലൂൻ, ജോസഫ്, ബെന്യാമിൻ. ഇത് ദൈവജനത്തിന്റെ പൂർണ്ണതയെ സൂചിപ്പിക്കുന്നു. ഉൽപ്പത്തി 35ന്റെ 22 മുതൽ 26 ഉൽപ്പത്തി 49 നാം ഇത് വായിക്കുന്നു. അടുത്തതായി യേശുവിന്റെ ശിഷ്യന്മാർ. അടുത്തതായി അഹരോന്റെ ന്യായാധിപതി പത്രത്തിലെ 12 രത്നക്കല്ലുകൾ. മഹാപുരോഹിതനായ അഹരോന്റെ നെഞ്ചപ്പട്ടത്തിലെ 12 രത്നക്കല്ലുകളുടെ പേരുകളാണ് ഞാൻ ഇവിടെ പറയാനായി പോകുന്നത്. അവയുടെ പേരുകൾ: താമ്രമണി, പീതരത്നം, മരതകം, മാണിക്യം, നീലക്കല്ല്, വജ്രം, പത്മരാഗം, വൈഡൂര്യം, സുഗന്ധികല്ല്, പുഷ്പരാഗം, ഗോമേതകം, സൂര്യകാന്തം. ഇവ 12 ഗോത്രങ്ങളെ പ്രതിനിധീകരിക്കുന്നു. ഓരോ ഗോത്രവും ദൈവസന്നിധിയിൽ വിലയേറിയതാണ്. പ്രിയമുള്ളവരെ, മഹാപുരോഹിതൻ ജനത്തെ തന്റെ ഹൃദയത്തിന്മേൽ വഹിച്ചതുപോലെ യേശുക്രിസ്തു നമ്മെ തന്റെ ഹൃദയത്തിൽ വഹിക്കുന്നു. വ്യത്യസ്ത കല്ലുകൾ വ്യത്യസ്ത സ്വഭാവങ്ങളെ കാണിക്കുന്നു, പക്ഷെ എല്ലാവരും ക്രിസ്തുവിൽ ഒരേ ദൈവജനം. 12 ദോഷകൾ അല്ലെങ്കിൽ കാഴ്ചയപ്പം. സമാഗമന കൂടാരത്തിൽ യഹോവയുടെ മുൻപാകെ ശബ്ബത്ത് തോറും വെക്കേണ്ടുന്ന അപ്പങ്ങളാണിത്. 12 അപ്പം 12 ഗോത്രങ്ങളെ പ്രതിനിധീകരിക്കുന്നു. ഇത് വെക്കേണ്ടതിന് ചില നിബന്ധനകളുണ്ട്. നല്ല മാവായിരിക്കണം. 2 നിരയായി 6 വീതം അടുക്കി വെക്കണം. ഓരോ ശബ്ദത്തിൽ പുതുക്കണം. മാറ്റുന്ന അപ്പം പുരോഹിതന്മാർ വിശുദ്ധ സ്ഥലത്ത് വെച്ച് ഭക്ഷിക്കണം. ദൈവം തന്നെ പോറ്റുന്നു എന്നതിന്റെ അടയാളമാണിത്. ദൈവജനത്തിന്റെ കൂട്ടായ്മയും ആരാധനയുമാണ് സൂചിപ്പിക്കുന്നത്. യേശു കർത്താവ് ജീവന്റെ അപ്പമാണ്. അടുത്തതായി കനാൻ ദേശം ഒറ്റുനോക്കുവാൻ പോയ 12 പേർ. കനാൻ ദേശം ഒറ്റുനോക്കിയിട്ട് വരുവാനായി അയക്കപ്പെട്ട 12 പേരാണ് ശമൂവ, ശാഫാർ, കാലേബ്, ഇശാർ, ജോഷുവ, പാർത്തി, ഗദി, ഗദിയേൽ, അമിയേൽ, സേതൂർ, നഹബി, പിന്നെ ഗിയുവേൽ. ഇവർ 12 പേരും 40 ദിവസം ദേശം പരിശോധിച്ചു. 10 പേർ മോശം റിപ്പോർട്ടും 2 പേർ നല്ല റിപ്പോർട്ടുമാണ് കൊടുത്തിരുന്നത്. നല്ല റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നവര് കാലേബും ജോഷുവയും. 12 പേരിൽ 10 പേർ പ്രശ്നം മാത്രം ശ്രദ്ധിച്ചപ്പോൾ 2 പേർ ദൈവത്തിന്റെ ശക്തിയെ മുൻപിൽ കണ്ടു. ഇവർക്ക് മാത്രമാണ് കനാൻ ദേശത്ത് പ്രവേശിക്കാനായത്. അടുത്ത 12 ജോർദാനിലെ 12 കല്ലുകളാണ്. ഓർമ്മകല്ലുകൾ എന്ന് വിളിക്കുന്ന 12 കല്ലുകളെ ജോർദാൻ നദിയിൽ നിന്നെടുത്ത് വാഗ്ദത്ത നാട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ അവിടെ നാട്ടണം എന്ന് ദൈവം ജോഷുവയോട് പറഞ്ഞു. അവരൊരു സ്മാരകമായി അവിടെ നാട്ടണം. ഭാവി തലമുറ ദൈവം ചെയ്ത അത്ഭുതങ്ങൾ ഓർക്കാനായിട്ടാണ് ഇങ്ങനെ ചെയ്തത്. അടുത്തതായി 12 കൊട്ടയപ്പം. യേശു കർത്താവ് 5 അപ്പവും 2 മീനും കൊണ്ട് ബഹുപുരുഷാരത്തിന്റെ വിശപ്പടക്കിയ ശേഷം ബാക്കി വന്ന അപ്പം 12 കൊട്ട നിറച്ചുണ്ടായിരുന്നു. ഇത് ദൈവത്തിന്റെ സമൃദ്ധിയെ കാണിക്കുന്നു. യേശുവിൽ ആശ്രയിച്ചാൽ ഒരു കുറവും ഉണ്ടാകുകയില്ല. യേശു ജീവന്റെ അപ്പമാകുന്നു. ദൈവത്തിൽ ഒരു കുറവുമില്ല. അടുത്തതായി പുതിയ യെരൂശലേമിലെ 12കളെ പറ്റിയാണ് പറയാൻ പോകുന്നത്. പ്രിയ കേൾവിക്കാരെ, നമ്മുടെ വിശ്വാസ ജീവിതം ഉറച്ച അടിസ്ഥാനത്തിന്മേലായിരിക്കണം. യേശു എന്ന അടിസ്ഥാനത്തിന്മേൽ നമുക്കും പണിയപ്പെടാൻ ഇടയാകണം. ഇതുകൂടാതെ 12മായി ബന്ധമുള്ള ഒരു വൃക്ഷം പുതിയ യെരൂശലേമിൽ ഉണ്ടെന്ന് നാം വായിക്കുന്നു. ദാവീദിന്റെ സംഗീത സംഘക്രമീകരണത്തിന് 12 എന്ന സംഖ്യ ഉണ്ടെന്ന് നമുക്ക് 1 ദിനവൃത്താന്തം 25 കാണാം. ഓരോ സംഗീത
12-ാമത്തെ വയസ്സിൽ ദേവാലയത്തിൽ മാതാപിതാക്കളോടൊപ്പം മടങ്ങി വരാതെ അവിടെയുള്ള ഉപദേശകന്മാരോടൊപ്പം ഇരുന്ന് നാം വായിക്കുന്നു. ബാല്യത്തിൽ തന്നെ ദൈവബോധമുള്ള ഒരു വ്യക്തിയായിരുന്നു നമ്മുടെ യേശുക്രിസ്തു. അതുപോലെ കുട്ടികളായ നാം ചെറുപ്രായത്തിൽ ദൈവത്തെ അന്വേഷിക്കുന്നവരായിരിക്കണം. പ്രിയ കേൾവിക്കാരെ, വചനത്തിൽ നാം ഇപ്രകാരം കാണുന്ന 12 ദൈവത്തിന്റെ ക്രമീകരണവും ദൈവജനത്തിന്റെ പൂർണ്ണതയും പ്രതിനിധീകരിക്കുന്നു. ദൈവനാമത്തിന് എന്നുമെന്നും മഹത്വമുണ്ടാകും.